അസ്സലാമു അലൈക്കും. പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ സ്വരങ്ങളാണ് പഠിച്ചത് ഹിന്ദിയിലെ അല്ലേ. ഇനി നമുക്ക് വ്യഞ്ജനങ്ങൾ നോക്കാം. മലയാളത്തിലെ വ്യഞ്ജനങ്ങൾ പോലെ ഹിന്ദിയിലും വ്യഞ്ജനങ്ങളുണ്ട്. നമുക്കതിനെപ്പറ്റി പഠിക്കാം. വ്യഞ്ജൻ വ്യഞ്ജൻ കാ കായ നോക്കി ആദ്യം ഒരു വൺ പോലെ ഇടുക. ഇങ്ങനെ ലേബിൾ വന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ കായ ക. ഇതാണ് ഹിന്ദിയിലെ ക. മലയാളത്തിൽ ഞാൻ എഴുതി കാണിക്കാം. ഇതാണ് ക. ഒന്ന് നോക്കി എങ്ങനെ എഴുതുന്നതിന് ഒരു വരയിടുക. ഇതിലൂടെ ഇങ്ങനെ ക. ഇതാണ് ഹിന്ദിയിലെ ക. ഇനി ഖ നോക്കിയേ. ഇങ്ങനെ ഒരു വര വയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇഖ ആണല്ലോ. ഇഖ ക ഇഖ. ഇഖ ഞാനിവിടെ മലയാളത്തിൽ എഴുതാം. ഇഖ എങ്ങനെ എഴുതേ? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ എഴുതുക. ഇതിലിവിടെ ഒരു വര കൊടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇഖ. വ്യക്തമായല്ലോ. ഇഖ. ഇനി ഗ നോക്കിയേ. ഇനി ഒരു വര വന്നിട്ട് ഇങ്ങനെ പറയാം. ഇതിലൊരു വര കൊടുക്കണം. ഈ വര ഈ അക്ഷരത്തിനെ കുറച്ചുകൂടി താഴെയാണ്. ഗ ക ഇഖ ഗ. ഇഖ നോക്കിയേ. മൂന്ന് തിരിച്ച് നമ്മളിങ്ങനെ തന്നെ മൂന്നെഴുതേ. ഇത് തിരിച്ചെഴുതുക. കംപ്ലീറ്റ് വര കൊടുക്കുക. ഇഖ ക ഇഖ ഗ ഇഖ. ഇനി ഇങ്ങോട്ട് കേട്ടെ. നമ്മൾ ഈ അരിയിൽ അതുപോലെ ഇങ്ങനെ ഒരു വര കൊടുക്കുക. ഇതിൻ്റെ ഈ ഭാഗത്തൊരു കുത്തിടുക. കുത്ത് പ്രത്യേകം മറന്നു പോയത്. ഇതിനെ ങ എന്ന് പറയുന്നു. ക ഇഖ ഗ ഇഖ ങ. അക്ഷരങ്ങൾ എഴുതി തിരിഞ്ഞല്ലോ. ഒന്നുകൂടെ ഞാൻ പഠിപ്പിക്കാം. അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം. ക വരയിടുക. ക. ഇഖ നോക്കിയേ. ഇഖ നിഗ. ഇതിങ്ങനെ ചെറുതും ഇത് വലുതും ആയിരിക്കണം. ഗ മലയാളത്തിൽ എഴുതി തരാം. ഗ ക ഇഖ ഗ ഇഖ. ലേഖത്തിന്റെ ഘയില് മൂന്ന് തിരിച്ചെഴുതുക. ഇങ്ങനെ ഇഖ. ഇനി ങ നോക്കിയേ. ഇവിടെ എഴുതണം. ഈ നമ്മൾ എഴുതി അതിന് മുമ്പ് എസ് എഴുതി ഒരു വരയിടുക. എസ് എഴുതുക. ഇത് ഇതിൻ്റെ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഒരു കുത്ത് കൊടുത്ത്. ഇതാണ് ങ. ക ഇഖ ഗ ഇഖ ങ. ക ഇഖ ഗ ഇഖ ങ. ഈ 5 അക്ഷരങ്ങൾ 5 അക്ഷരം വെച്ച് പഠിച്ചാൽ മതി. ധൃതി വെച്ച് പോകണ്ട. സാവധാനം എഴുതുക. ക ഇഖ ഗ ഇഖ ങ. രാഷ്ട്രഭാഷയാണ്. നമ്മൾ എവിടെയോട്ടെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഹിന്ദിയിലായിരിക്കും എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഇംഗ്ലീഷിലും എഴുതും ഹിന്ദിയിലും എഴുതും. ഹിന്ദിയിലും നല്ല വൃത്തിയായിട്ട് നമുക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇപ്പോഴേ തന്നെ ശ്രമിച്ചാൽ അക്ഷരങ്ങൾ വൃത്തിയാക്കി എഴുതുക. നിങ്ങളാൽ കഴിയാത്തതായി ഒന്നുമില്ല. കഴിയും.
ഒരു പരിശ്രമവും ആത്മാർത്ഥമായ ചിന്തയും മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ നോക്കുകയെ ക, ഇഖ, ഗ, ഇഖ, ങ ഈ 5 അക്ഷരങ്ങൾ പഠിക്കുക. ഇതിൻ്റെ വള്ളി പുള്ളി വിസർഗ അതായത് സ്വരചിഹ്നങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കുക. ഇത് ഇത്രയും 5 അക്ഷരങ്ങൾ പഠിക്കുക. ക, ഇഖ, ഗ, ഇഖ, ങ. ക, ഇഖ, ഗ, ഇഖ, ങ. ഇത്രയും 5 അക്ഷരങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ബാക്കിയെടുക്കാം. ഓക്കെ, then bye.